ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. പതിപോലെ ഞായറാഴ്ചയിൽ സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന പംക്തിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ ആമുഖമായ ഒരു കാര്യം പറയട്ടെ. നിരവധിയായ മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലായാലും ഫോൺ കോളുകളായിട്ടായാലും അതേപോലെ തന്നെ വീഡിയോയുടെ കീഴെ വരുന്ന കമന്റുകളായിട്ടാണെങ്കിലും എല്ലാറ്റിനും മറുപടി പറയാനും എല്ലാറ്റും ശ്രദ്ധിക്കാനും സമയം കിട്ടാതെ പോകുന്നു എന്നൊരു പരിമിതിക്ക് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. കുറെ ആളുകൾ ഒന്നിച്ച് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തിപരമായിട്ടാണെങ്കിലും ഉത്തരം പറയാൻ വൈകിപ്പോകുന്നുണ്ട്. ചിലരൊക്കെ ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ട് പ്രതിഷേധമാണോ ഇനി നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പലപ്പോഴൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആദ്യമേ നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ചെറിയ മനുഷ്യനാണ്. എല്ലായിടത്തും കണ്ടെത്തുക എന്നുള്ള കാര്യം എപ്പോഴും സാധ്യമാകുന്നില്ല. ആ പരിമിതിയുണ്ട്. എങ്കിലും ആരെയും അവഗണിക്കുന്നില്ല എന്നൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. സൗകര്യം പോലെ എല്ലാവർക്കും മറുപടി നൽകാനുള്ള ശ്രമത്തിലാണ്. നൂറുകൂട്ടം ജോലികൾക്കിടയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് സജീവമാകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ചെയ്യുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സമയം ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ട് ദയവായി ക്ഷമിക്കുക. പരമാവധി പേർക്ക് മറുപടികൾ പറയാൻ ശ്രമിക്കും. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടാകുന്നെങ്കിൽ ക്ഷമാപൂർവം അത് സ്വീകരിക്കുക. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാവുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് അവഗണിക്കുന്നു എന്നാരും കരുതരുത്. ഒരു ചോദ്യത്തെയും അവഗണിക്കുന്നില്ല. നിഷേധാത്മകമായി വരുന്ന സംശയങ്ങളും ജ്വൽപ്പനങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കാറില്ല. ബാക്കിയുള്ള ആരെയും അവഗണിച്ചിട്ടല്ല. അക്കാര്യത്തിൽ വരുന്ന വീഴ്ചകൾക്കും കുറവുകൾക്കും ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. വെഞ്ചിരിപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഉന്നയിക്കപ്പെട്ടു. നേരത്തെ വെഞ്ചിരിപ്പിനെ കുറിച്ച് ഒരു എപ്പിസോഡ് തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട്. എല്ലാ വെഞ്ചിരിപ്പുകളും കൗദാശിക കൽപ്പങ്ങളാണ്, ആശീർവാദം. ഈ കൗദാശിക കൽപ്പങ്ങൾ കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരു വീട് വെഞ്ചരിക്കുമ്പോൾ ആ സ്ഥലവും വീടും വെഞ്ചരിക്കുക, അത് ദൈവത്തിന് സമർപ്പിക്കുക എന്നൊരു പ്രവൃത്തിയല്ല അവിടെ സംഭവിക്കുന്നത്. ആ സ്ഥലവും വീടും വെഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ആശീർവാദങ്ങളൊക്കെ വ്യക്തികളാണ് സ്വീകരിക്കുന്നത്. ഒരു വീട് വെഞ്ചരിക്കുമ്പോൾ എല്ലാ പ്രാർത്ഥനയും കുടുംബത്തിന് വേണ്ടിയാണ്. ഒരു ദൈവിക സാന്നിധ്യ അവബോധം നാം ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ടാകുക, നാം ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടുണ്ടാകുക എന്നാണ് പ്രധാനമായും വെഞ്ചരിപ്പുകൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ വെഞ്ചരിപ്പിന്റെ ഒരു ഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒരു വീട് വെഞ്ചരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്, പുരോഹിതന്റെ പ്രാർത്ഥനയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽ കുടുംബങ്ങളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച കാരുണ്യവാനായ കർത്താവെ, ഈ കുടുംബത്തെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. കുടുംബത്തിനാണ് ആശീർവാദം, വീടിനല്ല. കുറിച്ചടയാളം വരച്ചുകൊണ്ട് ആശീർവാദം കൊടുത്തുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. പ്രാർത്ഥന തുടരുന്നത് ശ്രദ്ധിക്കണം. തിരുസഭയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. വീടിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, കുടുംബത്തിന് വേണ്ടിയാണ്. കുടുംബമാണ് കേന്ദ്രം. അചേതന വസ്തുക്കൾക്ക് വേണ്ടിയല്ല പ്രധാന പ്രാർത്ഥന. ആ അചേതന വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ഈ ഭവനം, ഞങ്ങൾ ഒത്തുവസിക്കുന്ന ഈ ഇടം അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദൈവിക സാന്നിധ്യ അവബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രാർത്ഥന. നസ്രസിലെ തിരുക്കുടുംബം പോലെ ഇത് സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഇടമായിട്ട് മാറ്റണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അങ്ങനെയാണ് ആ പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥന കുടുംബത്തിന് വേണ്ടിയാണ്. കുടുംബപ്രതിഷ്ഠ ചെയ്യുമ്പോൾ പോലും ആളുകൾ വിചാരിക്കുന്നത് ഈ തിരുഹൃദയ പ്രതിഷ്ഠ ആ രൂപത്തിന് നൽകുന്ന പ്രാർത്ഥനയായിട്ടാണ്. അങ്ങനെയല്ല. തിരുഹൃദയത്തിന് കുടുംബത്തിനെ പ്രതിഷ്ഠിക്കുക, ആ വീട് പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പൈശാചിക തിന്മകളെ ആട്ടി ഓടിക്കാൻ വേണ്ടിയാണ് വെഞ്ചരിപ്പെന്ന് കരുതുന്നവർ, മറ്റു ജീവജാലങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്ന് കരുതുന്നവർ, അങ്ങനെ സ്വത്തുമായി ബന്ധപ്പെട്ട, സ്ഥലവുമായി ബന്ധപ്പെട്ട ആശീർവാദമാണ് നടക്കുന്നതെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഒരിടത്തൊരിക്കൽ കേൾക്കാനിടയായത്, ഹെലികോപ്റ്ററിൽ ഹാനാൻ വെള്ളം എടുത്തിട്ട് കൃഷിസ്ഥലം മുഴുവൻ വിതറുന്നു. ഹെലികോപ്റ്ററിൽ ഈ വിശുദ്ധജലം തെളിച്ച് ചെകുത്താൻ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കേന്ദ്രീകരിക്കുന്നത് പിശാചിന്റെ ഒരു വാസസ്ഥാനമാണ് നമ്മുടെ ജീവിത മേഖലയെന്നാണ്.
നാം ഓരോരുത്തരും മാമോദീസയാൽ അനുഗ്രഹീതരാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ കൗദാശിക കൽപ്പങ്ങൾ ചെയ്യുന്നത്, ഓരോ ആശീർവാദങ്ങളും ചെയ്യുന്നത്. വെഞ്ചരിച്ച വസ്തുക്കളും വെഞ്ചരിപ്പും യഥാർത്ഥത്തിൽ വ്യക്തിഗതമായി നമുക്ക് നൽകുന്ന ഒരു ആശീർവാദമാണ്. അത് കുടുംബത്തിന്റെ കൂട്ടായ്മയ്ക്കകത്ത് ദൈവിക സഹവാസ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് കാണണം. അല്ലാതെ നമ്മുടെ വസ്തുക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഭൂമിയിലുള്ള വാസം വളരെ അസ്ഥിരമായ ഒന്നാണെന്ന്. സാധാരണഗതിയിൽ നമ്മളോട് സ്വന്തമായി വീടണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഉണ്ടെന്ന് പറയും. എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ 10 സെന്റ്, 20 സെന്റ്, 5 സെന്റ്, 2 സെന്റ്, 3 സെന്റ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ഈ സ്ഥലം നമ്മുടെ അല്ല. അത് വിശ്വാസപരമായ ഒരു കാര്യമായിട്ട് പറയല്ല, രാഷ്ട്രീയമായിട്ടാണെങ്കിലും സ്റ്റേറ്റിന്റെയാണ് സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമെന്ന് കരുതുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിന് കരം അടയ്ക്കണം. കാരണം അത് സർക്കാരിന്റെ ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾ അതിനൊരു സർട്ടിഫിക്കറ്റ്, നിങ്ങളുടേതാണെന്നൊരു ഉടമാവകാശം ചോദിച്ചാൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തരും, പൊസഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഉടമാവകാശം ഇല്ല. ആധാരത്തിൽ നിങ്ങൾ ക്രയവിക്രയത്തിന് വേണ്ടി ഒരാളിൽ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ രേഖയൊക്കെ ഉണ്ടാക്കി വെക്കുമെങ്കിലും വാസ്തവത്തിൽ ഈ ഭൂമി നമ്മുടെ അല്ല, അത് സാമൂഹ്യമായിട്ട് നമ്മുടെ അല്ല. നമ്മൾ അധിവസിക്കുന്ന സ്ഥലം മാത്രമാണ്. നമ്മൾ വസിക്കുന്ന സ്ഥലം ദൈവാനുഗ്രഹത്തിന്റെ ഇടമായി മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വെഞ്ചരിപ്പുകളിലുള്ളത്. തെറ്റിദ്ധരിക്കേണ്ട, നമ്മളെ ദൈവത്തിന് കാഴ്ചവെക്കുന്നൊന്നുമില്ല. ദൈവത്തിന്റെയാണ് ഭൂമി മുഴുവൻ. ആ ഭൂമിയിൽ നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് ദൈവിക സാന്നിധ്യ അവബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് വെഞ്ചരിപ്പിന്റെ പ്രാർത്ഥനകൾ. കൗദാശിക കൽപ്പങ്ങളാണ് ഓരോ ആശീർവാദങ്ങളും. ഓരോ ആശീർവാദങ്ങളും കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ മാമോദീസ ഉണരുകയും ദൈവിക സാന്നിധ്യ അവബോധത്തിൽ നാം ജീവിക്കുകയും ചെയ്യും. ഗാർഹിക സഭ എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ്. ആ ഘടകത്തിനകത്ത് ഈ ദൈവിക സമാധാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രധാനമായിട്ടുള്ളത്. വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആ വസ്തുക്കൾ ദൈവനാമത്തിലാകാൻ, ദൈവത്തിന്റെ ബന്ധത്തിലായി ഉപയോഗിക്കാൻ, അങ്ങനെ ദൈവിക ബന്ധത്തിൽ ജീവിതമായി തീരാൻ വേണ്ടിയാണ് വെഞ്ചരിപ്പുകൾ. അത് നമ്മൾ തിരിച്ചറിയണം. ആരാധനക്രമപരമായ ആശീർവാദങ്ങളുണ്ട്, ആരാധനക്രമ ഇതരമായ ആശീർവാദങ്ങളുണ്ട്, സാക്രമെന്റലായ കൗദാശികമായ ആശീർവാദങ്ങളുണ്ട്, വിവിധങ്ങളായ ആശീർവാദങ്ങളുണ്ട്. ആശീർവാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൗദാശികമായ ആശീർവാദങ്ങളാണ്. വാസ്തവത്തിൽ ഈ കൗദാശികതയിലേക്ക് നാം തിരിയാനും ദൈവിക സാന്നിധ്യ അവബോധം നമുക്കുണ്ടാകാനും വേണ്ടിയാണ് വെഞ്ചരിപ്പുകൾ. അതുകൊണ്ട് വെഞ്ചരിച്ചൊരു കൊന്ത ധരിക്കുന്നു, വെഞ്ചരിച്ചൊരു പുത്തിരിയൻ ധരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കൂദാശയുടെ ഭാഗമാണെന്ന് ഓർമ്മ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ പിശാചിനെ ഓടിക്കുന്ന, തിന്മകളെ അകറ്റുന്ന ഒരു പ്രാർത്ഥനയായിട്ടൊന്നും കരുതരുത്. നമ്മുടെ അകത്താണ് പരിശുദ്ധാത്മവാസം ഉള്ളത്, നമ്മളാണ് ദൈവത്തിന്റെ ആലയങ്ങൾ. ആ ഓർമ്മപ്പെടുത്തൽ നിരന്തരം നമുക്ക് നൽകുകയും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഈ ദൈവിക സാന്നിധ്യ അവബോധത്തിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് കൗദാശിക കൽപ്പങ്ങളിലെ ആശീർവാദങ്ങളുള്ളത്. അതിൽപ്പെട്ടതാണ് വെഞ്ചരിപ്പുകൾ. ഇപ്പൊ തിരുസ്വരൂപത്തിന് വെഞ്ചരിപ്പോ ദേവാലയത്തിലെ പ്രതിഷ്ഠാകർമ്മോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അത്തരത്തിൽ വെഞ്ചരിപ്പുകളുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസിൽ തൈലങ്ങൾ വെഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ധ്യാനകേന്ദ്രങ്ങൾക്ക് ആശീർവദിച്ച തൈലം കൊണ്ട് നെറ്റി പുശുന്ന പോലെയല്ല, ക്രിസമോയിൽ വിശുദ്ധ തൈലങ്ങൾ വെഞ്ചരിക്കുന്ന ആശീർവാദമുണ്ട്. ആ ആശീർവാദം നടക്കുന്നത് ക്രിസ്മസിലാണ്. അത് ലിറ്റർജിക്കലായ ആരാധനാക്രമപരമായ ആശീർവാദങ്ങളാണ്. കൗദാശിക ആശീർവാദങ്ങൾ നിങ്ങൾക്കറിയാം. കുർബാനയിൽ കൂദാശകൾക്കകത്ത് നടക്കുന്ന ആശീർവാദങ്ങളുണ്ട്. അതേപോലെ തന്നെ സാധാരണ ആശീർവാദങ്ങൾ, ഇപ്പം മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു ആശീർവാദമാണ്. ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്ന ഒരു ആശീർവാദമാണ്. അത് സാധാരണ അൽമായരും ചെയ്യുന്നതാണ്. മറ്റ് ആശീർവാദങ്ങൾ പൗരോഹിത്യ അധികാരമുള്ളവർക്കും ഡീക്കന്മാർക്കും ഒക്കെ നൽകാവുന്ന ആശീർവാദങ്ങളാണ്. അപ്പൊ ആശീർവാദങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ വെഞ്ചരിപ്പ് എന്ന് പറയുന്നത് ചെകുത്താനം ഓടിക്കുകയോ എന്തെങ്കിലും അശുദ്ധി നീക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയല്ല. അത് ഈ സാന്നിധ്യാവബോധത്തിലേക്ക് നമ്മെ കൊണ്ടുവരാൻ വേണ്ടിയും കൗദാശികമായ നമ്മുടെ ആശീർവാദം ഉണർത്താൻ വേണ്ടിയും ചെയ്യുന്ന ആശീർവാദങ്ങളാണ്. ആ ആശീർവാദങ്ങളൊക്കെ സ്വീകരിക്കുന്ന നമ്മളാണ്. ഇപ്പൊ ഒരു വാഹനം ആശീർവദിക്കുമ്പോഴും വാഹന ആശീർവാദം ഒന്നും സ്വീകരിക്കുന്നില്ല, ആശീർവാദം സ്വീകരിക്കുന്ന നമ്മളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആശീർവദിക്കുന്ന സമയത്ത് അത് സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോ ഒരു വാഹനം നമ്മൾ വാങ്ങിക്കാൻ, വാഹനത്തിനെ ആശീർവദിക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കൂടിയൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇത് വെഞ്ചരിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് തിന്മ നീങ്ങിപ്പോകുമെന്നും പിന്നെ അപകടം ഉണ്ടാവില്ലെന്നും ഇങ്ങനെ കേവലം നമുക്ക് ആവശ്യമുള്ള ചില സങ്കുചിതമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. പൂർണ്ണാർത്ഥത്തിൽ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നില്ല. ഓരോ ആശീർവാദവും എപ്പോൾ ബ്ലെസ്സിങ് കിട്ടുമ്പോൾ ഓർക്കണം, മാമോദീസ ഉണരും. അത് ദൈവിക സാന്നിധ്യബോധത്തിലേക്ക് നമ്മളെ ഉണർത്തും, വിശുദ്ധിയിലേക്ക് നമ്മൾ നയിക്കാൻ കെൽപ്പുള്ളതാണ് എന്ന കാര്യം ഓർക്കണം. ഇനി പറമ്പിന് ചുറ്റും നടന്ന് ജവമാല ചെല്ലാറുണ്ട്, പറമ്പിന് സംരക്ഷണമാണെന്ന് വേറൊരാൾ ചോദിക്കുന്നു. വാസ്തവത്തിൽ
ഈ പറമ്പിന് സംരക്ഷണം എന്നൊക്കെ ഉള്ളത് ഒരു പഴയ നിയമ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്കറിയാലോ, ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതൽ 20 വരെ തിരുവചനങ്ങളിലാണ് ഈ ജെറീക്കോ പട്ടണത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ദൈവം ഈ കാര്യം പറയുന്നത്. അങ്ങനെയാണ് സ്തുതിപ്പ് നടത്തി അവർ ആരവമിട്ടുകൊണ്ട് ഈ ജെറീക്കോ പട്ടണത്തെ 7 ദിവസം വലം വയ്ക്കുന്നു. ജെറീക്കോ പട്ടണത്തിന്റെ മതിലുകൾ തകർന്നു പോകുന്നു. അങ്ങനെ അവർക്കത് കീഴ്പ്പെടുത്താൻ കഴിയുന്നു. ഇത് പഴയ നിയമ കാഴ്ചപ്പാടാണ്. അന്ന് അധികാര സ്ഥാപനത്തിനായിട്ട് വിശ്വാസത്തെ ഉപയോഗിക്കുന്ന രീതി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ദൈവത്തിൻ്റെതാണ് സർവസ്വം നമുക്കറിയാം, ദൈവത്തിന് ഉടമാവകാശത്തിലാണെന്നറിയാം, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളതും പരിപാലിക്കുന്ന ദൈവമാണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിന് ചുറ്റും നടക്കുന്നു, അല്ലെങ്കിൽ പറമ്പിന് ചുറ്റും നടക്കുന്നു. ദൈവം ഈ പറമ്പിന് കാവലിരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ കരുതുന്നത് ലോകവിഡ്ഢിത്തമാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ വീടിന് ചുറ്റും കാവലിരിക്കാനായിട്ട് ദൈവം മാലാഖമാരെ അയക്കും എന്നൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ മാലാഖമാരെ പാളയം അടിച്ച് ഞങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഈ ഭൂമി. ആ ഭൂമി നമ്മുടെ ജീവനാവശ്യത്തിനുള്ളതാണ്. ഇതിന് സംരക്ഷകനായിട്ട് കാവൽ നിൽക്കാൻ വേണ്ടിയല്ല ദൈവം ഉള്ളത്. ദൈവത്തിന് കാവൽക്കാരനായെന്ന് ചിന്തിക്കരുത്. ദൈവം നമ്മുടെ ഉടയവനാണ്. ആ ദൈവം നമ്മെ കയ്യേൽപ്പിച്ച ഈ ഭൂമിയും നമ്മുടെ ചുറ്റുപാടുകളും സഹോദരങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ജീവിതം സ്വർഗതുല്യമാക്കി അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഇതൊക്കെ വേലി കെട്ടി അടച്ച് മതിൽ കെട്ടി അടച്ചിട്ട് ഇതിന്റെ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ച് ഇതൊക്കെ സംരക്ഷിക്കുന്ന ഒരാളാക്കി, ഒരു കാവൽക്കാരനാക്കി ദൈവത്തെ നമ്മൾ തരം താഴ്ത്തരുത്. 10,000-13,000 രൂപയാണ് ഇപ്പോൾ ഒരു ATM കൗണ്ടർ കാവലിരിക്കുന്ന ആൾക്കുള്ളത്. ഒരു ATM കൗണ്ടറിന് കാവലിരിക്കുന്ന ആൾക്ക്, അവിടെ സെക്യൂരിറ്റി ആയിരിക്കുന്ന ആൾക്ക് 13,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇങ്ങനൊരു സെക്യൂരിറ്റി ഗാർഡല്ല ദൈവം. മാലാഖമാർക്ക് സെക്യൂരിറ്റി ജോലി അല്ല ഉള്ളത്. മാലാഖമാർ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, നമ്മുടെ വസ്തുക്കൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ളവരല്ല. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അമൂല്യമായ ആത്മാവിനെ സംരക്ഷിക്കാൻ ദൈവം കാവൽ മാലാഖ നൽകുന്നുണ്ട്, സംരക്ഷണത്തിനായിട്ട് വിശുദ്ധ കൂട്ടായ്മ നൽകുന്നുണ്ട്. ഈ കൂട്ടായ്മയ്ക്കകത്താണ്. അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് ഉതകും വിധം നമുക്ക് ജീവിക്കാൻ പറ്റണം. പണ്ട് ഞാൻ ഒരു കവിത എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയായിരുന്നു, അതായത് ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്രയ്ക്ക് പോകുമ്പോൾ കൂട്ടിനൊരു മാലാഖ ഉണ്ടെങ്കിൽ കൊള്ളാം. പെട്ടെന്ന് വഴി കൂടി യാത്ര പോകുമ്പോൾ ഒരു പൊൻപണം കാലിൽ തട്ടുന്നു, പിന്നെ മാലാഖ വേണ്ട. അപ്പൊ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള യജ്ഞങ്ങൾക്കിടയ്ക്ക് നമ്മെ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണുകയും ദൈവത്തെ വില ചുരുക്കി കാണുകയും ചെയ്യരുത്. ദൈവം നമ്മുടെ ഉടയവനാണ്, സമസ്തത്തിന്റെ ഉടയവനാണ്. അവന്റെ കീഴിലാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എല്ലാവരേക്കാൾ ചെറുതുമല്ല, ആരെക്കാളും വലുതുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ എല്ലാവരും പോലെയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഇടമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ പറയും, ഭൂമിയുടെ അവകാശികൾ, അതിന് മണ്ണിര തൊട്ട് എല്ലാറ്റിനും അവകാശമുള്ള ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമി നമുക്ക് വേണ്ടി കാവലിരുന്ന് ദൈവം സംരക്ഷിച്ചു തരികയും നമ്മുടെ ഭൂമിക്ക് ചുറ്റും മാലാഖമാരെ നിരത്തുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നതും അത്തരത്തിലുള്ള പ്രാർത്ഥനകളും ഒക്കെ വാസ്തവത്തിൽ പഴയ നിയമ കാഴ്ചപ്പാടാണ്. നമ്മൾ ജെറീക്കോ പ്രാർത്ഥനയുടെ കാലത്തല്ല, ജെറീക്കോ വൻമതിൽ തകർക്കുന്ന ജോഷുവയുടെ കാലത്തല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ കാലത്താണ്. എല്ലാ മതിലുകളും തകർന്ന, എല്ലാവരോടും സാഹോദര്യം പുലർത്താനായി നാം ക്ഷണിക്കപ്പെടുന്ന ഒരു കാലത്താണ്. ഇനി ജപമാല അർപ്പിക്കേണ്ടത് എവിടെയെങ്കിലും ഇരുന്ന് ചെല്ലുന്നതാണ് നല്ലത്. നടക്കുമ്പോൾ ജപമാല ചെല്ലുന്നതിന് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനും അങ്ങനെ ചെല്ലിയിട്ടുണ്ട്. പോകുന്ന വഴിയിലും യാത്രയിലും ഒക്കെ ജപമാല അർപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ധ്യാനാത്മകമായി ജീവിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല. സിമ്പിൾ കോണ്ടംപ്ലേറ്റീവ് പ്രയർ. അതെവിടെയെങ്കിലും കുത്തിയിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നതാണ് ശരി. ഇനി നമ്മൾ നടക്കുമ്പോൾ നല്ല കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? എന്ത് കരുതിയിട്ടാണ്? ഈ പറമ്പിന് സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വിഡ്ഢിത്വമാണ് അതിന്റെ പുറകിലുള്ളതെന്ന് ഓർക്കണം. അല്പകാലം ഈ ഭൂമി ജീവിക്കാൻ വന്നവരാ നമ്മൾ. ഇത് നിലനിന്ന് പോകുന്ന കാര്യമല്ല. ഇത് നമ്മുടെ മാത്രം സ്ഥലമല്ല. നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു പോകേണ്ട സ്ഥലമാണ്. അത് എൻ്റെ ആണെന്ന് കരുതി ഉടമാവകാശമൊക്കെ വെച്ച് നമ്മൾ അതിന് ചുറ്റുമൊക്കെ കാവലിരുന്ന് ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സങ്കുചിതരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവരെന്ന് പറയുകയും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ പ്രധാനമെന്ന് കരുതുകയും ചെയ്യുമ്പോൾ എത്രത്തോളം വിരോധാഭാസമായിട്ട് പോകുന്നു എന്ന് ആലോചിക്കണം. ഞാനത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയണമല്ലോ കേട്ടോ. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആത്മാവ് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ദൈവത്തിൻ്റെതാണ്. അത് തിരികെ ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക എന്നുള്ള കർമ്മമാണ് നമുക്കുള്ളത്. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ശരീര മനസ്സുകളും ജീവിതവും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിച്ചു കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവർക്ക് കൊടുത്ത് ഭാരമൊഴിഞ്ഞ് ഭാണ്ഡങ്ങളില്ലാതെ ദൈവസന്നിധിയിലേക്ക് പോകാൻ വിളിക്കപ്പെട്ട നമ്മൾ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് മരണം വരെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ജീവിക്കുന്ന ഒരു ജീവിതമാണ് കാണുന്നത്. ഇത് ക്രൈസ്തവമല്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ളവരൊന്നും മോശക്കാരായിട്ട് പറയല്ല. അവരവരുടെ ധാരണയ്ക്കും ബോധ്യത്തിനും അനുസരിച്ചൊക്കെ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ ഭൂമിക്ക് കാവലിരിക്കുന്ന ആളല്ല ദൈവം.
ദൈവത്തിന്റെ ഉള്ളം കയ്യിലാണ് ഭൂമി. ഇവിടെ കൊള്ള നടത്തുന്നവരും നന്മ ചെയ്യുന്നവരും ഒക്കെ ഈ ദൈവത്തിന്റെ കരങ്ങൾക്കുള്ളിൽ തന്നെയാണ്. ദൈവം ആരെയും നിഷേധിക്കുകയോ ആരെയും കയ്യേക്കറി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഓരോരുത്തരും അവരുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അറിയുന്ന നിലയ്ക്കനുസരിച്ച് ദൈവകരങ്ങളിലേക്ക് സ്വന്തം ആത്മാവിനെ കൊടുക്കാൻ ഒരു ജീവിതം നമുക്ക് തന്നിട്ടുണ്ട്. ആ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിച്ച് ജീവിതം എല്ലാവരുമായി സ്നേഹത്തിലും സഹകരണത്തിലും പുലർത്തി അവരതിനു വേണ്ടി ജീവിച്ച് സ്വയാർപ്പണം ചെയ്ത് ശരീര മനസ്സുകൾ കൊണ്ട് സഹിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി ദൈവത്തിന് സ്നേഹം അനുഭവിക്കാൻ കഴിയും. ഇവിടെ വെച്ച തീരുമാനം എടുത്താൽ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിതം തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് സങ്കടങ്ങൾക്ക് അവകാശമില്ല, തോൽവിയില്ല. കാരണം അവരും ജയിക്കണമല്ലോ. അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം. മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവണമല്ലോ. നമ്മൾ സഹിക്കുമ്പോഴും മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവണമല്ലോ. അതാണല്ലോ നമ്മുടെ ആഗ്രഹം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഈ ഭൂമി ദൈവരാജ്യമായിട്ട് മാറും. നമ്മുടെ ജീവിത ചുറ്റുപാടിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാനാണ് ക്രിസ്തു നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് യുവാവിനോട് പറഞ്ഞത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക, പിന്നെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. ഒന്നും കയ്യിലില്ലാത്തവന് ഈ ഭൂമി സംരക്ഷിക്കുന്നതിനെ കുറിച്ചോ വീട് സംരക്ഷിക്കുന്നതിനെ കുറിച്ചോ ബാങ്ക് സംരക്ഷിക്കുന്നതിനെ കുറിച്ചോ ഒന്നും പ്രാർത്ഥിക്കാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം കർത്താവിന്റെ മടിയിൽ. ചിലറ്റം പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം നമുക്കുണ്ടാകട്ടെ എന്ന് പറയാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഉള്ളവരൊന്നും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഭൂമിക്കും സമ്പത്തിനും കാവലിരിക്കുന്ന ഒരാളായി ദൈവത്തെ തരം താഴ്ത്തരുത്. ഉടയവനായ കർത്താവിനെയാണ് കർത്താവെ എന്ന് വിളിക്കേണ്ടത്. ദി ലോർഡ്, കർത്താവേ, ഉടയവനെ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ഉടയവൻ നമുക്ക് മാത്രമായിട്ടൊന്നും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല. അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പങ്കുവയ്ക്കാൻ കഴിയാതെ പോകുമ്പോഴൊക്കെ നമ്മൾ തിത്തിരിപ്പക്ഷിയെ പോലെയാകും. തന്റെ സമ്പത്തിന് മേൽ അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാവും. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. എല്ലാവർക്കും ബോധം ഉണ്ടായാൽ ഇല്ലായ്മയുള്ളവൻ ഇല്ലാതെയാകും. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും, എല്ലാവർക്കും വസ്ത്രം ഉണ്ടാവും, എല്ലാവർക്കും കിടപ്പാടുണ്ടാവും. കിടപ്പാടമില്ലാത്തവന്റെ വേദന തിരിച്ചറിയുമ്പോൾ മാത്രമേ നാം കിടന്നുറങ്ങുന്ന ഭവനം നമ്മുടേത് മാത്രമെന്ന സങ്കുചിത ചിന്തയുടെ പരിമിതികൾ എത്ര അപകടകരമാണെന്ന് മനസ്സിലാവും. അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ മനസാക്ഷിയുടെ 6 ഭാഗങ്ങളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. ഞാനത് ഏകദേശം പറഞ്ഞതാണ്. ഒന്ന് ദൃഢമനസാക്ഷിയാണ്. ദൃഢമനസാക്ഷി എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട ക്രിസ്തു ബോധത്തിലുള്ള മനസാക്ഷി. ടെൻഡർ കോൺഷ്യസ് എന്ന് പറയും, നിർമ്മല മനസാക്ഷി എന്ന് പറയും. അതൊക്കെ തന്നെ ദൃഢമനസാക്ഷിയാണ്. ആ മനസാക്ഷിക്ക് ചഞ്ചലിപ്പില്ല, സ്ഥിരത സ്വഭാവമുണ്ട്. രണ്ടാമത്തെ മനസാക്ഷി തെറ്റായ മനസാക്ഷിയാണ്, അതായത് ഈ ലോകത്തിന്റെ മനസാക്ഷി സ്വീകരിച്ചവർ. മൂന്നാമത്തെ മനസാക്ഷി പാപകരമായ മനസാക്ഷിയാണ്. നന്മ ഏതാണെന്ന് അറിയാം, പക്ഷെ അത് ചെയ്യില്ല, നന്മയോട് താല്പര്യമില്ല. നാലാമത്തെ മനസാക്ഷി ചഞ്ചല മനസാക്ഷിയാണ്. അത് എപ്പോഴും ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കും. ഷൂ ഇട്ടു പോകുമ്പോൾ ആ ഷൂവിനകത്ത് കല്ല് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അസ്വസ്ഥ ഉണ്ടാവില്ല, അതുപോലെ എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. അഞ്ചാമത്തെ മനസാക്ഷി സംശയ മനസാക്ഷിയാണ്. ഒരു മാനസിക രോഗത്തിലേക്ക് വരെ പോകാവുന്ന, ദൈവനോട് ക്ഷമിച്ചില്ലെന്ന് തുടങ്ങി ജീവിതത്തിലെ സകല പ്രവൃത്തികളെ കുറിച്ച് നിരന്തരം ഇങ്ങനെ മനസ്സ് സംഘർഷത്തിലാകുന്ന ഒരു പ്രവൃത്തിയാണ്. ആറാമത്തേത് അയഞ്ഞ മനസാക്ഷിയാണ്. ലാക്സ് കോൺഷ്യൻസിന്റെ പ്രത്യേകത ഈ തെറ്റൊന്നും വലിയ തെറ്റല്ല, ഇതൊക്കെ ലോകത്തെല്ലാവരും ചെയ്യുന്നതല്ലേ എന്നിങ്ങനെ അയഞ്ഞ മനസ്സോടെ കാര്യങ്ങൾ കാണുന്നതാണ്. ഈ 6 കാര്യമാണ് പറഞ്ഞത്. ഇതല്ലാതെ മനസാക്ഷിയെ കുറിച്ച് നിരവധിയായ പഠനങ്ങളുണ്ട്. 33 തരം മനസാക്ഷികളെ പൊതുവെയൊക്കെ കാണാറുണ്ട്. മനഃശാസ്ത്രപരമായ കാര്യങ്ങളിൽ കാണാറുണ്ട്. അതിന്റെ ബയോളജിക്കൽ നേച്ചറിൽ കുറെ കാര്യങ്ങൾ കാണാറുണ്ട്. അത് വ്യക്തമായി പിന്നീട് ഒരിക്കൽ പറയാം. അത് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് തീരില്ല എന്നുള്ളത് കൊണ്ടാണ്. രഹസ്യപാപങ്ങളും രോഗങ്ങളും എന്ന എപ്പിസോഡ് വന്നപ്പോൾ അതിന് കിഴവുന്ന ഒരു കമന്റിൽ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾ പറയണ്ടായി, ഇങ്ങനെ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ഞാൻ ക്ഷയിച്ചു പോയി കരഞ്ഞ് കരഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കീർത്തന ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. സങ്കീർത്തനം 32 3 മുതൽ 6 വരെ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്റെ സഹോദര അല്ലെങ്കിൽ സഹോദരി, നമ്മുടെ ഈ പഴയ നിയമത്തിന്റെ കാലത്തുനിന്ന് കടന്നു പോന്നു. സങ്കീർത്തനം സുവിശേഷമായ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ആ ക്രിസ്തുവിൽ എത്തിച്ചേർന്ന് ക്രിസ്തുയാഗത്തിൽ പാപവിമോചിതരായി അവന്റെ അർപ്പണം നമുക്ക് പരിഹാരബലിയായി മാറിയതിന് ശേഷമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ രോഗം പാപം മൂലം ഉണ്ടാകുന്നതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. തകർച്ചകൾ പാപം മൂലമാണെന്ന് ധരിച്ചിരുന്നു. ആ അന്ധവിശ്വാസത്തിൽ നിന്ന് വിമോചിതനായവരാണ് നമ്മൾ ക്രിസ്തുവിൽ. പാപം ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യമാണെന്നും അത് ആത്മനഷ്ടത്തിനും നിത്യനാശത്തിനും കാരണമാകുമെന്നും പുതിയ നിയമം പഠിപ്പിക്കുന്നു. ആ ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീണ്ടും നമ്മൾ പോയി സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് അവിടെ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറയണത് എങ്ങനെയാ? ഇപ്പൊ ഒരു നിയമം വന്നിരിക്കട്ടെ,
നിങ്ങൾ 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണ നിയമം വന്നു. പണ്ട് അത് 1 ലക്ഷമായിരുന്നു. 1 ലക്ഷം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം 5 ലക്ഷം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണില്ല. പക്ഷെ നിങ്ങൾ ഈ 1 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കാൻ ഇപ്പോഴും പോകുന്ന പോലെയാണത്. ഒരു അമെൻമെന്റ് വരുമ്പോൾ ആ അമെൻമെന്റ് ആണ് പിന്നെ നിയമം. ക്രിസ്തുവാണ് നിയമം. ക്രിസ്തുവിന് മുൻപുള്ളത് നിയമമല്ല. ആ നിയമം നീക്കം ചെയ്യപ്പെട്ടു. 10 കൽപ്പനകളെ നീക്കി എന്നല്ല പറയുന്നത്, ഇത്തരത്തിലുള്ള അബദ്ധബോധ്യങ്ങളെ ക്രിസ്തുവിൽ നീക്കം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് വീണ്ടും സങ്കീർത്തനം എടുത്തു വെച്ചിട്ട് സങ്കീർത്തനത്തിലുള്ള വചനം പറഞ്ഞിട്ട് പാപം മൂലമാണ് രോഗം എന്ന തെറ്റിദ്ധാരണ വീണ്ടും ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ്. മനസാക്ഷി ഒന്ന് കഴുകി പ്രാർത്ഥിക്കുക. മനസാക്ഷിയുടെ തെറ്റായ ബോധ്യങ്ങൾ മാറട്ടെ, ക്രിസ്തു ബോധ്യമായി വരട്ടെ, സ്വാതന്ത്ര്യം ഉണ്ടാവും. നമ്മളിത് പറയുന്നത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. സങ്കീർത്തനമൊക്കെ മാച്ചു കളയണം, വെട്ടിക്കളയണം എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ഈ സങ്കീർത്തനങ്ങളും പഴയ നിയമ പുസ്തകങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി ഇത് ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിൽ നമ്മൾ എത്തിച്ചേർന്നാൽ പിന്നെ ക്രിസ്തുവിൽ ജീവിക്കുക. പഴയ നിയമത്തിൽ ഇങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് യാഥാർത്ഥ്യം മനസ്സിൽ കാണുക. അന്നത്തെ ബോധ്യം അതായിരുന്നു. 10 കൽപ്പനകളെ ക്രിസ്തു തിരുത്തുന്നില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന പൗരോഹിത്യം യഹൂദ മതസങ്കല്പങ്ങളായി രൂപകൽപ്പന ചെയ്ത എല്ലാ അബദ്ധ ബോധ്യങ്ങളെയും ക്രിസ്തു നീക്കുന്നുണ്ട്. ആ ക്രിസ്തു സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തു സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത്, ക്രിസ്തു മതമല്ലെന്ന് പറയുന്നത്, സഭയെ ഒരു മതാത്മകമായ കൂട്ടായ്മയെ കാണരുതെന്ന് പറയുന്നത്. നമ്മൾ ഈ വേലിക്കെട്ടൊക്കെ പൊളിച്ചിട്ടാണ് ക്രിസ്തുവിൽ സാർവത്രികമായ ഭാവത്തിലേക്ക് വരുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവാം. ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ട് കുറെ ആളുകൾ തെറ്റിദ്ധരിക്കും. സഭ ആകെ ഇങ്ങനെയാണെന്ന് ധരിക്കും, സഭ ഒരു മതമാണെന്ന് ധരിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട് ബാഹ്യരൂപമായിട്ട് കാണുന്നത്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടവയും ഏച്ചുകെട്ടപ്പെട്ടവയാണ്. പല കാലങ്ങളിൽ പലതായി വന്നുകൂടിയവയാണ്. ഇതൊന്നും ക്രിസ്തുവിൻ്റെതല്ല. പിടപ്പള്ളിപ്പള്ളിയിൽ കോഴി നേർച്ച അത് ക്രിസ്തു ഭാഗമായിട്ടുള്ളതൊന്നുമല്ല. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളാണ്. നാം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഈ നാട്ടിൽ നിന്ന് സ്വീകരിച്ചവയാണ്. ചിലപ്പോൾ അബദ്ധങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ ആചാരങ്ങളുടെ ഒക്കെ പുറകെ പോകുമ്പോൾ പുറമെന്ന് കാണുന്നവരൊക്കെ കരുതുന്നത് ഇതാകെ കുഴപ്പം പിടിച്ച സ്ഥലമെന്നാണ്. വാസ്തവത്തിൽ കത്തോലിക്ക സഭയ്ക്കകത്ത് ഈ ആചാരബദ്ധമായ ഒരു ജീവിതമില്ല. അനുഷ്ഠാനങ്ങളുടെ പുറകെയുള്ള ജീവിതമല്ല. ലിറ്റർജിയും ആരാധനാക്രമവും ഒക്കെ ഉണ്ടാകുന്നതും ആചാരങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ ജീവിതം നയിക്കാൻ എളുപ്പമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിൽ അബദ്ധം ഉണ്ടായാൽ തിരുത്തും. കാരണം ഇത് കാലക്രമത്തിൽ ഉണ്ടായത് മാത്രമാണ്. സഭയെന്ന് പറയുന്നതും കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. എഫേസ്യർ 1:23. ഒരു സഹോദരനോ സഹോദരിയോ വന്നിട്ട് പറയുന്നുണ്ട് സഭ ആകെ ശരിയല്ല. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. എഫേസ്യർ 1:23. സഭ അവന്റെ ശരീരമാണ്, എല്ലാറ്റിലും എല്ലാം പൂർത്തിയാക്കുന്ന ദൈവത്തിന്റെ ശക്തിയുമാണ്. ഈശോ തന്നെ പറയുന്നുണ്ട് മുന്തിരിച്ചെടി ശാഖകളെ കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ, ഞാൻ മുന്തിരിച്ചെടി നിങ്ങൾ ശാഖകളുമാണ്. ഈ അപ്പോസ്തലിക വൃത്തി നമ്മിലേക്കെല്ലാം നീളുന്നു, സകല മനുഷ്യരിലേക്ക് നീളാനുള്ളതാണ്. ഒരാളെ ഒഴിവാക്കിയിട്ട് സഭയ്ക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ചേർന്നാണ് സഭ. നമ്മൾ ഈ പുറത്തുള്ളവരെന്നൊക്കെ ചിന്തിച്ച് ആളുകളെ വകതിരിച്ച് മാറ്റി വേറെ സമുദായമെന്നും വേറെ സഭയെന്നും ഒക്കെ ചിന്തിക്കുന്നതിനകത്ത് പിഴവുകളുണ്ട്. ഇത് നമ്മുടെ സങ്കുചിതമായ പരിമിതമായ ബോധത്തിന്റെ കുഴപ്പമാണ്. അതിനപ്പുറം നമുക്ക് കാണാൻ പറ്റണം. ക്രിസ്തുഗാത്രമാണ് ലോകം സമസ്തവും. അവൻ സമസ്തവും എടുത്തിട്ടാണ് പറഞ്ഞത് ഇതെന്റെ ശരീരമാവുന്നു. ഈ സമസ്തത്തെയും അങ്ങനെ ഉൾക്കൊള്ളുന്ന സഭയെ എല്ലാവരും ചേർന്ന് മനുഷ്യ സമൂഹത്തെ ഒന്നാകെ കാണുന്ന സാഹോദര്യത്തെ നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റാതെ പോകുന്നത് ഇങ്ങനെ ആളുകൾ പലതുമൊക്കെ പറയുന്നതുകൊണ്ടാണ്. ഇതൊക്കെയാണെന്ന് കേട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഏതായാലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ സഭയെ കാണുന്നത് ക്രിസ്തു ശരീരമായിട്ടാണ്. ആ ക്രിസ്തു ശരീരമായിട്ട് ഞാൻ കാണുന്നത് ഒരു മനുഷ്യനെയും ഒഴിവാക്കാതെയാണ്. ജീവിച്ചിരുന്നവരും മരിച്ചുപോയവരുമായ ഭാവിയിൽ വരാവുന്നവരുമായ സകല മനുഷ്യരെയും സൃഷ്ടപ്രപഞ്ചത്തെ ഒന്നാകെ ക്രിസ്തുവിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സഭയെയാണ് ഞാൻ കാണുന്നത്. എനിക്കതിനപ്പുറം കാണാൻ കഴിയില്ല. എനിക്ക് അന്യമതസ്ഥൻ എന്നൊരാളില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പല മതസാരവും ഏകം എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും സാരം ഈ ക്രിസ്തുവാകുന്ന സ്നേഹമാണ്. നിങ്ങളതിനെ പല പേരിട്ട് വിളിക്കുമായിരിക്കും. എന്ത് പേരിട്ട് വിളിച്ചാലും സ്നേഹം എന്നതിന് ഈ ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഏറ്റവും ഉന്നതമായ അർപ്പണം ക്രിസ്തുവിൻ്റെതാണ്. അതിനാർക്കും തർക്കമില്ല. ആരും തർക്കിക്കാറില്ല. മതവിരോധം കൊണ്ട് ക്രിസ്തുമത ഖണ്ഡനമൊക്കെ എഴുതുമ്പോഴും കഠോര കൂടാരോ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോഴും ഇന്നും യേശു ജീവിച്ചിരുന്നില്ല എന്ന് വാദിക്കുകയും
സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് നിഷേധിക്കാനാവാത്ത ഒന്നാണ് സ്നേഹം. സാക്രിഫിഷ്യലായ മൂല്യം, സ്നേഹത്തിന്റെ മൂല്യം, സാക്രിഫിഷ്യൽ വാല്യൂ ഓഫ് ലവ്, അത് ക്രിസ്തുവിനാണ്. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറുമ്പോഴാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുക. അതിർവരമ്പുകളൊക്കെ മാറ്റുന്ന എല്ലാ കെട്ടുപാടുകൾക്കും പുറത്തു കടന്ന് സ്നേഹിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുക. അവിടെ മതാധിപത്യം ഉണ്ടാവില്ല, ഭരണകൂടാധിപത്യം ഉണ്ടാവില്ല. അവിടെ മനുഷ്യന്റെ ഹൃദയങ്ങളുമായി ചേരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവരനു വേണ്ടി സ്വയം ഉരുകാൻ മനസ്സ് കാണിക്കാത്ത ഒരു മനുഷ്യനും ക്രിസ്തുവിനെ കണ്ടിട്ടില്ലെന്ന് വേണം കരുതാൻ. എവിടെ യുദ്ധം ഉണ്ടാകുന്നുവോ, എവിടെ അസമാധാനം ഉണ്ടാകുന്നുവോ, എവിടെ മനുഷ്യർക്ക് വിശക്കുന്നുവോ, എവിടെ മനുഷ്യർക്ക് അടികൊള്ളുന്നുവോ, അവിടെയൊക്കെ അവരുടെ കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം ഒരാൾക്ക് ഹൃദയത്തിൽ ഉണ്ടാകാത്ത കാലത്തോളം അയാൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, സഭയെന്ന് പറയുന്ന കൂട്ടായ്മയെ മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തുവിന്റെ ഗാത്രമായ മുന്തിരിച്ചെടിയുടെ ഭാഗമായ ശാഖയാണ് ഞാൻ നിങ്ങൾ വന്ന് ബോധം ഉണ്ടാകുന്നില്ല. ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ബോധം ഉണ്ടാകും. ഇനി സഭ നശിക്കുമോ? സഭ നശിക്കൂ എന്നൊക്കെ പറയാം. സഭ നശിക്കില്ല. കാരണം അത് പറഞ്ഞത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്താ പറഞ്ഞത്? നരകവാടങ്ങൾ പ്രബലപ്പെടാത്ത സഭ. ഒരു നഗരകവാടവും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു ശക്തിക്കും ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സഭക്ക് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുന്ന നമുക്ക് ആ ക്രിസ്തു അനുഭവം ഉണ്ടാകും, സഭാനുഭവം ഉണ്ടാകും. അതല്ലാതെ ഈ പറയുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അഭ്യാസങ്ങളുടെയൊക്കെ ലോകം, പണക്കൊഴുപ്പിന്റെ ലോകം, അതൊക്കെ തീർക്കുന്ന ഈ ബാഹ്യമായ മോടികളുണ്ടല്ലോ, ആ മോടികളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. വിശ്വസിക്കേണ്ടത് ക്രിസ്തുവിലാണ്. കത്തോലിക്ക സഭയ്ക്കകത്തായിരിക്കുമ്പോൾ ഈ സഭയ്ക്കകത്ത് ക്രിസ്തു വിരുദ്ധമായവ ഉണ്ടാകാം. അത് മാനുഷിക കൂട്ടായ്മ കൂടിയാണല്ലോ. അതുകൊണ്ട് ലോകത്തിന്റെ ക്രമങ്ങളിലേക്കൊക്കെ ഇത് ചാഞ്ഞു പോകാം. ആ ചാഞ്ഞു പോകുന്നിടത്തൊക്കെ തിരികെ കൊണ്ടുവരാൻ കെൽപ്പുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അവന്റെ ശരീരമാണ്, അവന് തിരികെ കൊണ്ടുവരും. ആളുകൾക്ക് വീഴ്ച സംഭവിക്കും, ക്രിസ്തുവിന് വീഴ്ച സംഭവിക്കില്ല. അവൻ മരണത്തെ ജയിച്ചവനാണ്. മരണത്തെ ജയിച്ചതാണ് സ്നേഹം. സ്നേഹത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരണം കൊണ്ടും അത് കത്തിജ്വലിക്കും. സ്നേഹിക്കുന്നവനൊരു ഒരുവനെ കൊല്ലാം, പക്ഷെ സ്നേഹത്തെ കൊല്ലാൻ കഴിയില്ല. ആ സ്നേഹമാണ് ക്രിസ്തു. അത് ഹൃദയബോധ്യമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. ലോകത്ത് മതാധിപത്യമുണ്ട്, ഭരണകൂടാധിപത്യമുണ്ട്, കോർപ്പറേറ്റ് ആധിപത്യമുണ്ട്. എല്ലാ ആധിപത്യങ്ങളുടെ അകത്തുള്ളത് വ്യക്തിപരമായ നമ്മുടെ ഒരു ആധിപത്യമാണ്. അവരെ പുറത്തു നിർത്താനുള്ള നമ്മുടെ ഒരു പ്രവണത, എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദി അതർ. ഈ അതർനെസ്സിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള നമ്മുടെ സ്വഭാവമുണ്ട്. അവരൻ ഞാനാണെന്നും, ഞാൻ അറിയാത്ത ഞാൻ മനസ്സിലാക്കാത്ത ഞാനാണ് എനിക്ക് പുറത്തുള്ളതെന്നും ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നുവോ, അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നുവോ, അപ്പോൾ മാത്രമേ ആധിപത്യങ്ങൾ തീരൂ. ഫാസിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൽ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല. അത് വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം. ഞാനും നിങ്ങളും എത്രയോ വിഭജന യുക്തികൾ കൊണ്ടു നടക്കുന്നുണ്ട്. കുടുംബത്തിനകത്ത് സ്ത്രീ പുരുഷ വിവേചനം, ഡിസ്ക്രിമിനേഷൻസ്, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. ഇതൊക്കെ കൊണ്ടു നടക്കുന്ന നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് എലമെന്റിനെ വളർത്തുകയാണ്. ആ ഫാസിസത്തിന്റെ പ്രഖ്യാപിത രൂപങ്ങളായിട്ടാണ് ഈ മൂലധനവും ഭരണകൂടവും ഒന്നു ചേരുന്ന ഫാസിസ്റ്റ് രൂപം ഇറ്റലി ഉണ്ടാവും. മുസോളിനിയാണ് നിർവചിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ മതവും കോർപ്പറേറ്റ് ആധിപത്യവും ഭരണകൂടവും കൂടിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ മനുഷ്യത്വമാണ് ഹനിക്കപ്പെടുന്നത്. എവിടെയൊക്കെ മനുഷ്യത്വം ഹനിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ക്രിസ്തുവിലാണ് മുറിവുകൾ. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി അവരന് വേണ്ടി ശബ്ദിക്കാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും നമുക്ക് കഴിയണം. ആദ്യം വ്യക്തിപരമായ ജീവിതത്തിൽ അപരോന്മുഖമാകണം ജീവിതം, സ്നേഹസ്മരണമാകണം ജീവിതം. നമുക്ക് സാധിക്കുന്നേ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളുള്ളത് കൊണ്ട് വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഉള്ളപ്പോഴും നമ്മൾ ക്രിസ്തുവിലാണെന്നും അവനിൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നും ഈ ലോകമൊന്നാകെ ക്രിസ്തുവിൽ നവീകൃതമാണെന്നും വിശ്വസിക്കണം. കഴിയും. തിരിച്ചടികളും വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ പരാജയങ്ങൾക്കകത്ത് വിജയത്തിന്റെ ഒരു ഉയർപ്പ് കാണാൻ നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവിൽ പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.